ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആലി വൽ അസ്ഹാബി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് പാഠം 97 ഉംറ. ഹജ്ജ് ഉംറ എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ പ്രാരംഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയവും, ഹജ്ജ് ഉംറയ്ക്ക് യാത്ര അവര് യാത്ര ഇറങ്ങുമ്പോൾ ഏതൊരു യാത്രക്കാരായാലും യാത്ര ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവിടെ ഓതേണ്ട സൂറത്തുകളും യാത്രയുടെ നിസ്കാരവും അതുപോലെ യാത്രക്കാരുടെ നിസ്കാരവും ഇതാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നാം ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഉംറ എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ശേഷം ഹജ്ജിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ഉംറയ്ക്ക് 5 ഫർളുകളാണുള്ളത്. 1 ഇഹ്റാം ചെയ്യുക, 2 തവാഫ്, 3 സഈ, 4 മുടി നീക്കുക, 5-മത്തത് ഈ പറഞ്ഞത് ആ ക്രമത്തിൽ തന്നെ ചെയ്യുക. അഥവാ ഇഹ്റാം ചെയ്തതിനു ശേഷമാണ് തവാഫ് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് സഈ ചെയ്യേണ്ടത്, അതിനുശേഷമാണ് മുടി നീക്കേണ്ടത്. ആ ക്രമത്തിൽ തന്നെ ചെയ്തോളണം. ഉംറയുടെ വാജിബാത്തുകളാണ്: 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, 2-മത്തത് വദാഇന്റെ തവാഫ് ചെയ്യുക എന്നുള്ളത്. വാജിബാത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം, അത് ഹജ്ജിലും ഉംറയിലൊക്കെ വാജിബാത്തും ഫർളുകളും തമ്മിലുള്ള വ്യത്യാസം, വാജിബാത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവായി പോയാൽ അത് അറുത്തു കൊടുക്കൽ കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റും. വിശദമായി ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ഫർളുകളിൽ നിന്ന് ഒന്ന് ഒഴിവായി പോയാൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളില്ല, അത് ചെയ്യുക തന്നെ വേണം. ഇതാണ് ഫർളുകളും വാജിബാത്തുകളും തമ്മിലുള്ള വ്യത്യാസം ഹജ്ജിലും ഉംറയിലും ഉള്ള. 1-മത്തെ ഫർളാണ് ഇഹ്റാം ചെയ്യുക എന്നുള്ളത്. ഇഹ്റാം ചെയ്യുന്നത് മീഖാത്തിൽ വെച്ച് ആയിരിക്കണം. വിശുദ്ധമായ കഅബയിലേക്ക് ഹജ്ജോ ഉംറയോ ലക്ഷ്യം വെച്ച് ആര് കടന്നു വരുന്നുണ്ടോ അവര് നിയ്യത്ത് ചെയ്യുന്നതിന്റെ മുമ്പ്, ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് ചില നിശ്ചിത സ്ഥലങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ആ നിശ്ചിത സ്ഥലങ്ങൾക്കാണ് മീഖാത്തുകൾ എന്ന് പറയുന്നത്. ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ വിശുദ്ധ സവിധത്തിലേക്ക് സമർപ്പണ ബോധത്തോടെ കടന്നു ചെല്ലുന്നവർക്കുള്ള അനുവാദം തേടലിന്റെ ഒരു പ്രതീകാത്മക രൂപമാണ് ഇഹ്റാം എന്നുള്ളത്. യജമാനന്റെ കൊട്ടാരത്തിലേക്കുള്ള ഒരു സുരക്ഷാ കവാടത്തിന്റെ അത്യാത്മഭാവമാണ് മീഖാത്തുകൾക്കുള്ളത്. അപ്പോ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് ഒരാള് ആ വിശുദ്ധമായ ഭവനത്തിലേക്ക് പോകുമ്പോൾ നിശ്ചിതമായ ഈ മീഖാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ടായിരിക്കണം പോവേണ്ടത്. ഹറമിന്റെ പുറത്തു നിന്ന് വരുന്നവർക്ക് നിശ്ചിത മീഖാത്തുകളുണ്ട്. 5 മീഖാത്തുകളുണ്ട്. ഓരോ ഭാഗത്തുകൂടി കടന്നു വരുന്നവരും അതാത് മീഖാത്തുകളിൽ വെച്ചോ അതിന് നേരെ വരുന്ന സ്ഥലത്ത് വെച്ചോ ആണ് ഇഹ്റാം ചെയ്യേണ്ടത്. മീഖാത്തിൽ എത്തുന്നതിന്റെ മുമ്പ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് വിരോധമില്ല. നമ്മളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ടാണ് നാം പോവാറുള്ളത്. അങ്ങനെ പോകുന്നതിന് വിരോധമില്ല. ഈ മീഖാത്ത് ഇഹ്റാം ചെയ്യാത്ത നിലക്ക് വിട്ടുകടക്കാൻ പാടില്ല. 5 മീഖാത്തുകളാണ് ഉള്ളത്. 1 ദുൽഹുലൈഫ. മദീനയിൽ നിന്ന് അതിന്റെ വടക്ക് പ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്കുള്ള മീഖാത്താണ് ദുൽഹുലൈഫ എന്നുള്ളത്. മക്കയിലേക്ക് ഒരു 420 കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ഥലം അബിയാർ അലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തത് ഈ സ്ഥലത്ത് വെച്ചാണ്. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരം കൂടിയ മീഖാത്ത് കൂടിയാണ് ദുൽഹുലൈഫ എന്നുള്ള മീഖാത്ത്. അപ്പോ ആ ഭാഗത്തുകൂടി കടന്നു വരുന്ന ആളുകൾ അവിടെ വെച്ച് ഇഹ്റാം ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ഇഹ്റാം ചെയ്തിരിക്കണം. 2-മത്തെ മീഖാത്താണ് ജുഹ്ഫ എന്നുള്ളത്. ഈജിപ്ത്, ഷാം, മൊറോക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്കുള്ള മീഖാത്താണ് ഈ ജുഹ്ഫ എന്നുള്ളത്. സൗദിയിൽ നിന്ന് തന്നെ തബൂക്ക് ഭാഗത്തു നിന്ന് വരുമ്പോൾ റാബഗിനടുത്തുള്ള ഈ മീഖാത്താണ് ആ ഭാഗത്തുനിന്ന് വരുന്നവർക്കും ലഭിക്കുക. മക്കയിൽ നിന്ന് ഏകദേശം ഒരു 186 കിലോമീറ്റർ ഈ മീഖാത്തിലേക്കുണ്ട്. അടുത്ത മീഖാത്താണ് ഖർനുൽ മനാസിൽ. നിജദുകാരുടെയും അതുവഴി കടന്നു വരുന്നവരുടെയും മീഖാത്താണ് ഖർനുൽ മനാസിൽ. തായിഫിനോടടുത്തുള്ള
ഒരു മീഖാത്താണ് ഈ കർണുൽ മനാസിൽ. ഏകദേശം 78 കിലോമീറ്ററാണ് മക്കയിലേക്ക് ആ മീഖാത്തിൽ നിന്ന് ഉള്ളൂ. റിയാദ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഈ ഭാഗത്തിലൂടെയാണ് കടന്നു വരിക. അപ്പോൾ ആ ഭാഗത്തുകൂടി വരുന്നവരൊക്കെ ഈ മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്. അടുത്തതാണ് ദാത്തു ഇർക്ക് എന്ന സ്ഥലം. ഇറാഖ്, ബസ്വറ, കൂഫ, പേർഷ്യ മുതലായ രാജ്യക്കാർക്ക് ഉള്ള മീഖാത്താണ് ദാത്തു ഇർക്ക് എന്നുള്ളത്. മലീഖ് എന്ന് പേരുള്ള ഈ സ്ഥലം നമ്മുടെ പഴയ തായിഫ് റോഡിലൂടെ പോകുമ്പോൾ ലഭിക്കുന്ന ഒരു മീഖാത്താണ്. മക്കയിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഈ മീഖാത്തിലേക്കുണ്ട്. അടുത്ത മീഖാത്താണ് യലംലം എന്നുള്ളത്. യമൻ, തിഹാമ രാജ്യക്കാരും ഏഡൻ വഴി വരുന്നവരും ഇഹ്റാം ചെയ്യേണ്ട മീഖാത്താണ് യലംലം എന്നുള്ളത്. അപ്പോ ഈ 5 മീഖാത്തുകളാണ് നിശ്ചിതമായ മീഖാത്തുകൾ. ഈ 5 ഒരു മീഖാത്തിൽ കൂടി കടന്നു വരുന്ന ഏതു നാട്ടുകാരും ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യണം. ഇവിടെ ഏത് നാട്ടുകാരെന്നതല്ല, ഏത് മീഖാത്തിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് പരിഗണിക്കേണ്ടത്. വഴിയിൽ മീഖാത്തില്ലാത്തവർ വലത്തോ ഇടത്തോ വരുന്ന മീഖാത്തിനോട് നേരിടുമ്പോഴാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഹജ്ജോ ഉംറോ ഉദ്ദേശിച്ച് മക്കയിലേക്ക് വരുന്നവർ ഈ മീഖാത്ത് വിടുന്നതിന്റെ മുമ്പ് ഇഹ്റാം ചെയ്യൽ അവർക്ക് നിർബന്ധമാണ്. ഇഹ്റാം ചെയ്യാതെ മീഖാത്ത് വിട്ടുകടന്നാൽ അവൻ കുറ്റക്കാരനാകുന്നതും മീഖാത്തിലേക്ക് തന്നെ മടങ്ങേണ്ടതുമാണ്. മടങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന് ഫിദിയ നിർബന്ധമാവുന്നതാണ്. അപ്പോൾ കാരണത്തോടുകൂടിയാണ് മടങ്ങാൻ സാധിക്കാതെ വരുന്നതെങ്കിൽ അവന് ഫിദിയ നിർബന്ധമാണ്, അവൻ കുറ്റക്കാരനാവുകയില്ല അറിയാതെ മീഖാത്ത് വിട്ടുകടന്നു പോയാൽ. അതേ നിലക്ക് മടങ്ങി വരുന്നതിന് പ്രയാസമൊന്നുമില്ല, എന്നാലും ഫിദിയ കൊടുക്കാലോ എന്ന് മനസ്സിലാക്കിയാൽ അവൻ കുറ്റക്കാരനാവും, ഫിദിയ കൊടുക്കൽ നിർബന്ധവുമാണ്. ഇനി മക്കയിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ മക്കയുടെയും മീഖാത്തിന്റെയും ഇടയിൽ താമസിക്കുന്നവർ, അവരെ എവിടെ വെച്ചാണ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യേണ്ടത്? മക്കയിൽ താമസിക്കുന്നവർ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ ഹറം അതിർത്തിയുടെ പുറത്തുപോയി ഇഹ്റാം ചെയ്യണം. ഹറമിൽ വെച്ച് അവർക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റുകയില്ല. ഹറമിന്റെ അതിർത്തിയുടെ പുറത്തു പോകണം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി. ഹറമിന്റെ പുറത്ത് എവിടെ പോയാലും മതി, ഏത് ഭാഗത്ത് പോയിട്ടും അവർക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജിഅറാനത്തിൽ പോയി ഇഹ്റാം ചെയ്യലാണ്. ജിഅറാനത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ത്വായിഫ് റോഡിലാണ് ജിഅറാനത്ത് എന്ന സ്ഥലമുള്ളത്. അവിടെ പോയി ഇഹ്റാം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. 2ാം സ്ഥാനം തൻഈമിൽ പോയി ഇഹ്റാം ചെയ്യലാണ്. തൻഈം മക്കയുടെ അടുത്താണ്. ഏകദേശം ഒരു 9 കിലോമീറ്റർ പോയാൽ തൻഈമിലെത്തുന്നതാണ്. അവിടെ വെച്ച് ഇഹ്റാം ചെയ്യാം. അതാണ് 2ാം സ്ഥാനം. അടുത്ത സ്ഥാനം ഹുദൈബിയയാണ്. ഹുദൈബിയ എന്നുള്ളത് മക്കയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവർ ഇഹ്റാം ചെയ്യണം. ഹറമിന്റെ പുറത്ത് പോയി ഇഹ്റാം ചെയ്താൽ മതി. ഈ സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുകയാണ്. അല്ലാത്ത ആളുകൾ, മീഖാത്തിന്റെയും ഹറമിന്റെയും ഇടയിലുള്ള ആളുകൾ, അവര് എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് വെച്ച് അവർ ഇഹ്റാം ചെയ്താൽ മതി. ഏത് സ്ഥലത്താണോ അവരുള്ളത് അവിടെ വെച്ച് ഇഹ്റാം ചെയ്തുകൊണ്ടാണ് അവർ ഉംറയ്ക്ക് വേണ്ടി വരേണ്ടത്.